നമസ്കാരം. എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ഭാരതീയരെ, ഞാൻ ക്ലീറ്റസ് മത്തായി. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരെ നിങ്ങളെയൊക്കെ ഒന്ന് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, എന്താണ് ആ വിപത്തെന്ന്? മറ്റൊന്നുമല്ല, ചൈനീസ് ഉൽപ്പന്നങ്ങൾ. ചൈനയിൽ നിന്നും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന അതിമാരകമായ വിഷം നിറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ ഒരു 90% ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ടാക്കുന്ന വിപത്ത് എന്താണ്? ക്യാൻസർ, ട്യൂമർ, ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ. നിങ്ങൾക്കറിയാമോ, ചൈനയിൽ ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഇതവരെന്ത് ചെയ്യുകയാണ്? അവരുടെ നാട്ടിൽ അത് ഇടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അത് അവർ റീസൈക്കിൾ ചെയ്ത് പല പല ഉൽപ്പന്നങ്ങളായി, കളിപ്പാട്ടങ്ങളായി, പ്ലാസ്റ്റിക് വസ്തുക്കളായി അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ രാജ്യത്തോട്ട് കയറ്റി അയക്കുകയാണ്. നിസ്സാര വിലയ്ക്ക് നമ്മളിത് വാങ്ങി നമ്മുടെ രാജ്യത്തു നിന്ന് കിട്ടുന്ന ഈ പൈസ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി യുദ്ധ സാമഗ്രികൾ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ പാവം ഇന്ത്യക്കാർ ഇതൊന്നും അറിയാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ഇനിയെങ്കിലും ശക്തമായിട്ട് പ്രതികരിക്കണം. അതിനുള്ള സമയമായിരിക്കുന്നു. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഞാനിതേ കണ്ടില്ലേ, എൻ്റെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം കത്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതുപോലെ തയ്യാറാകുക, ഉണർന്ന് നമ്മളെ ഭാരതത്തെ രക്ഷിക്കാനായി തയ്യാറെടുക്കുക. ഇപ്പം ഞാനും എൻ്റെ മോളാണ് ഇത് വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യ അകത്ത് പ്ലാസ്റ്റിക് സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കുചേരണം, ഇത് വിജയിപ്പിക്കണം. ജയ് ഹിന്ദ്. ഇതെന്താണെന്നാ? നീ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലൊന്നും അല്ലല്ലോ ജീവിക്കണത്. നീ വേറെ ഏതോ രാജ്യത്താണല്ലോ. അല്ല, ഇതെന്താ സംഭവം? എന്താണ് ഒന്നും അറിയുന്നില്ലല്ലേ? പത്രമൊക്കെ വായിക്കണം. അതെ, നമ്മുടെ നാട്ടില് ഭയങ്കര ഒരു വിപത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വളർന്ന്. എന്നാ ആര് പറഞ്ഞു? ഇതാണ് അളിയനെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു കാര്യവും അറിയില്ല എന്ന് പറയണത്. നമ്മുടെ നാടുണ്ടല്ലോ, ഓരോ നിമിഷവും ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അളിയ നോക്കിക്കോ, ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു ജീവി പോലും ഉണ്ടാവൂല, രാജ്യവും ഉണ്ടാവൂല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവന്മാർ അവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ വിപണിയിലാണ്. ഇതെല്ലാം എന്താണ്? വിഷാംശം നിറഞ്ഞ സാധനങ്ങളാണ്. പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പൊ മാരകമായ രോഗങ്ങൾ ഇവിടെ വന്ന് പിടിപെടണേ. ഇതൊക്കെ ആര് പറഞ്ഞു നിന്നോട്? അളിയാ, ഇതൊക്കെ വായിക്കുകയും നമ്മൾ പത്രം വായിക്കുകയും വാർത്തകൾ അറിയുകയും പരസ്പരം ആൾക്കാരുമായിട്ട് ഇടപെടണം. അപ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റും. അറിവുള്ളവർ പറയുന്നത് കേൾക്കണം, മനസ്സിലാക്കണം. അതെ, ഞങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരായിട്ട് ഒരു ബൃഹത് പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ? അല്ല, ഇനിയിപ്പോൾ ഉടനെ തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ വെച്ചിട്ട് നമ്മൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ടേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ചൈന എന്നുള്ള സാധനങ്ങൾ വരാതിരിക്കുമോ? അല്ലളിയാ, ഇത് വരാതിരിക്കണതിന്റെ ഒരു തുടക്കമാണിത്. ഇതിപ്പോ ഞാനിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്തെന്താണെന്നറിയാമോ? ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അയക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ കത്തിച്ച് തുടങ്ങി. ഇത് കാണുമ്പോൾ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറെ അണികൾ, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരും തുടങ്ങും. ഇത് അവരവരെ വീട്ടിലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കത്തിച്ചു തുടങ്ങും. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാവരും ഇനി ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് അതെല്ലാം ഇട്ട് കത്തിക്കണം. ഇതിപ്പോ നമ്മുടെ പാർട്ടിയുടെ വാങ്ങിച്ചിട്ടല്ലളിയാ, വീട്ടിലുള്ളത് കത്തിക്കണം. പിന്നെ ആരും പിന്നെ ഇത് വാങ്ങാതിരിക്കുമല്ലോ. അപ്പോ ഇത് ഞങ്ങള് ഇനി ഇന്ത്യ ഒട്ടാകെ ഇതിന്റെ പദ്ധതി ഞങ്ങളെ പാർട്ടി പ്ലാൻ ചെയ്യും. എടാ വാങ്ങാത്തോലിയ, ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. നീ ആദ്യം നിന്റെ കുടുംബം നന്നാക്കണം, എന്നിട്ട് നാട് നന്നാക്കാൻ പോ കേട്ടാ. ഞാൻ നാട് നന്നാക്കണോ വീട് നന്നാക്കണോ ഞാൻ തീരുമാനിക്കും കേട്ടാ. വിവരവും ബോധമില്ലാത്ത നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല. നീ പോസ്റ്റിൽ കയറാൻ പോടാ മക്കളെ. മെയ്ഡ് ഇൻ ചൈന കഴിക്കുന്ന എല്ലാ സാധനവും എടുക്കും, നമുക്ക് അതെല്ലാം കത്തിക്കാം. മെയ്ഡ് ഇൻ പാല കത്തിക്കാൻ പറ്റുമോ? പാലായിലുള്ളതൊക്കെ തീ കുരുത്തതാ, അങ്ങനെ തീയിൽ കത്തൂല കേട്ടോ. എല്ലാം നോക്കിയെടുക്കും മക്കളെ. അയ്യോ, അത് ചൈനയാണോ? ഇതാണ് അവസാനം അവർ ഇറക്കി തന്ന സാധനം. നമ്മളെല്ലാം അടിച്ചേപ്പിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന സാധനം. ഇതെന്താണ്? ഇത് ചൈനയല്ലേ? ചൈന. ക്ലോക്കൊക്കെ പിന്നെ ഇതൊക്കെ ചൈനയാണ്. എടി ചൈനയാണോ? അതൊക്കെ ഇങ്ങെടുക്ക്.
ഒരു അടി അടിച്ചെന്നുണ്ടല്ലോ. നീ കണക്കിന് അടുത്ത സ്കൂളും ചൈനയാണെന്ന് പറയുമല്ലോ. പഠിക്കും. ഇങ്ങോട്ട് എടുക്ക്. ആ അതുമൊക്കെ വേണം. എടി അതൊക്കെ എടുക്കും ഇങ്ങോട്ട്. ഇതെല്ലാം ചൈനയുടെ സൈന്യം വേറെ. ആ അതേ ഇരിക്കുന്നു. എടി കൊണ്ടുവച്ചടി. പഠിക്കണ ബുക്കിന് അവള് കളിക്കുന്നു. ഇനിയിപ്പോ ഇതൊക്കെ ഇതൊക്കെ ചൈനയുടെ ആണ്. അങ്കം ഇതൊക്കെ ചൈനയുടെ ആണ്. എടി അത് ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ്. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവളുടെ കാര്യം എടി, ഇത് ഭയങ്കര വിഷമാണ് ഇതൊക്കെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിനക്ക് ഇതിനെല്ലാം ഞാൻ വേറെ മേടിച്ചു തരും. ഇത് തുടരുത്, വിഷമാണ്. കൈയെടുക്ക് കൈയെടുക്ക്. ഗ്ലാസ്സിലെല്ലാരും വിഷം നിറച്ചിട്ട് പോടുന്നു. എടി പറയണതൊന്ന് കേക്ക് നീ സമാധാനമായിട്ട്. ഞാൻ പറഞ്ഞോളൂ. ചൈന ഉൽപ്പന്നങ്ങൾ നമ്മൾ വലിയ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ തുടച്ച് മാറ്റിയതിനു ശേഷം ഇന്ത്യ മാത്രം ഉപയോഗിക്കുക. എടി അവന്മാർ അവിടെ കിടക്കുന്ന ഓരോ ചപ്പും ചവറും എടുത്ത് വിഷം ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഓരോ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് വിടുകയാണ്. ഈ കപ്പിൽ എന്ത് വിഷം ഉണ്ടാവാനാണ്? എന്റെ തങ്കമ്മ, അത് ക്യാൻസർ ഉണ്ടാക്കും. ക്യാൻസർ. ആ കുറച്ചു നാൾ മുമ്പ് വരെ നമ്മുടെ രാജ്യത്തില്ലായിരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഇതിപ്പോ ഇവിടേക്ക് വരാൻ കാരണക്കാരാരാ? ചൈന. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സാധ്യമല്ല. ഇതിനെതിരെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. അടുക്കളയിൽ കുറെ സാധനങ്ങളുണ്ടാവും. എല്ലാ സാധനവും എടുത്തോ. മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിരിക്കുന്ന സകലമാന സാധനങ്ങളും ചാക്കിലാക്കിക്കോ. നമ്മൾ എല്ലാവർക്കും മാതൃകയാകണം. ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും എടുക്കരുത്. ഇത് വിഷമായി കഴിഞ്ഞു. ഇത് ക്യാൻസർ ആയി കഴിഞ്ഞു. ഇനി നമ്മളിത് ഉപയോഗിക്കരുത്. പിന്നെ തങ്കം, നിന്റെ ആ സ്ത്രീ കൂട്ടായ്മ ഉണ്ടല്ലോ, തൊഴിലുറപ്പ്, അവിടെ പോകുമ്പോൾ എല്ലാവർക്കും ഇത് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തോണം കേട്ടോ. എടാ, നാളെ രാവിലെ ഇവിടുന്ന് നേരെ അങ്ങ് ഗുരുവായൂരേക്ക് പോകും. അതാ നല്ലത്. രാവിലെ ഇവിടുന്ന് പോയാൽ എങ്ങനെ കാലത്ത് വാഗച്ചാർത്ത് കൊടുക്കാൻ പറ്റണേ? ഇപ്പൊ പോയാലല്ലേ രാവിലെ അവിടെ എത്തുള്ളൂ. അപ്പം കൂടെ ആരുണ്ട് നിന്റെ? ആരുണ്ട്? എനിക്ക് കുടുംബം കുട്ടികളൊന്നും ഇല്ലല്ലോ. ഒറ്റയ്ക്ക് പോയി തൊഴുക, ഭഗവാൻ കാത്തോളും. ഉച്ചയ്ക്ക് തന്നെ എത്തുമോ നീ? ആ ഉച്ചയ്ക്ക് എത്തണേ. വേറെ കാര്യമുണ്ട്. അവിടെ വളപ്പിലെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. അതാ അത് മതി തന്നെയല്ല. അത് ഇനിയിപ്പോ എന്താ ചെയ്യാനാ? ആ നീ ഇറങ്ങാറായോ? ഇറങ്ങായി. ആ സമയം എത്രയൊക്കെ ആയോ? അമ്മ ഒന്ന് പോണ്ട? ആടാ പോണേ. അല്ല അല്ലെങ്കിൽ ഒന്ന് പോണ്ട? അല്ല അത് പറ്റില്ലേ. രാവിലെ നേരത്തെ വാഗച്ചാകര തൊഴിൽ ഇപ്പൊ തന്നെ പോണ്ടേ? അല്ല എന്തായാലും ചെറുത് വാങ്ങിക്കാന്ന്. ജിം വെറുതെ മനസ്സ് മാറ്റാണ്ടിരുന്ന ഭഗവാന്റെ കാര്യം. അതെ, എന്റെ ഹെൽമെറ്റ് എവിടെ? ആ സ്ക്രൂ ഡ്രൈവർ ഹെൽമെറ്റ് ഒക്കെ എവിടെ അമ്മ? അത് വെച്ചോടത്ത് നോക്കടാ. എനിക്കങ്ങനെ അറിയാം. നീ കൊണ്ട് തൂക്കുന്നിടത്തൊക്കെ കാണും. അല്ല എനിക്കങ്ങനെ. നീ എന്നെയാണോ ഏൽപ്പിക്കുന്നത്? എന്തൊരു കഷ്ടാണ് നോക്ക്. എടാ അവളെ വിളിച്ച് ചോദിക്ക്. ജമന്തി, ജമന്തി, എന്റെ അച്ഛന്റെ അതേ സ്വഭാവം. ഇറങ്ങുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട്. എവിടെയാണ് ആ ഹെൽമെറ്റും സ്ക്രൂ ഡ്രൈവറൊക്കെ കൊണ്ടുവച്ചിരിക്കണത് നീ? എവിടെ? ആ ഹെൽമെറ്റും സ്ക്രൂ ഡ്രൈവറൊക്കെ എവിടെയെന്ന്? എവിടെന്ന്? എന്താ ഈ പറയണ? അപ്പൊ നീയല്ലേ ഇന്നലെ കൊണ്ടുവച്ചത്? അത് ഞാൻ ഇവിടെയല്ലേ വെച്ചത്. എടി മന്തപ്പ, വന്നു കഴിഞ്ഞപ്പോ നിന്റെ കയ്യിലല്ലേ ഞാൻ തന്നത്. ആ അത് എന്നിട്ട് ഞാൻ അവിടെ തൂക്കിയല്ലോ. എവിടെ? ഏട്ടൻ എവിടെ കൊണ്ടു വെച്ചത്? ഇവിടെ തൂക്കിയോ? പിന്നെ അത് ഏട്ടൻ അവിടെ തൂക്കി. ഇതിപ്പോ അന്നത്തെ പോലെ വഴക്കുണ്ടാക്കാനാണെങ്കിൽ വെറുതെ വേണ്ടട്ടോ ഏട്ടാ. ഇതാ അടുക്കളയിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവുന്ന്. അടുക്കളയിൽ സ്ക്രൂ ഡ്രൈവർ എനിക്ക് എന്തിനാ? എങ്ങനെ തിരിയാനോ? എടി അകത്തെങ്ങാണ്ട് പോയെന്ന് പറയത്. നീ എവിടെ വെച്ചിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ മാറ്റി വെച്ചാൽ എങ്ങനെ അറിയാനോ? എന്താ അത് എവിടെയാണോ പോയി എടുത്തോടുന്നത്? എടുത്തു കൊടുക്ക് വേഗം. അവനെ പോണ്ടേ, സമയായി. അമ്മാവാ എടുത്തതാ ഇങ്ങോട്ട്. എന്ത് ചുമ്മാ കളിക്കില്ലേട്ടോ. എനിക്ക് വഴക്ക് കേൾക്കൊന്ന് എടുത്തിങ്ങോട്ട്. എനിക്ക് എന്തിനാ ഹെൽമെറ്റ് സ്ക്രൂ ഡ്രൈവറൊക്കെ? അമ്മാവൻ എന്നെ കളിപ്പിക്കാൻ മാറ്റി വെച്ചല്ലേ? ഞാൻ മാറ്റി വെക്ക്. എന്തിന്? കണ്ട ആ മുഖത്ത് ചിരി കണ്ടാലോ? ഞാനോ? നോക്കിയാ ഞാൻ എടുത്തിട്ടുണ്ടോക്ക്. ഇല്ലല്ലോ, വെറുതെ എന്റെ നേർക്കാ രാവിലെ. അപ്പൊ ശരിക്കും കാണാനില്ലേ? ആ ഇല്ലാത്തത് കൊണ്ടാ പറഞ്ഞത്. നീ അത് എവിടെ പോയി എടുത്തോണ്ട് വന്നിട്ട് അകത്ത് പോയി നോക്ക്, അവിടെ ഉണ്ടാവും. കോളിക്കാൻ നിക്കണ്. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നിട്ട് പോ. അതെ, ഹെൽമെറ്റ് ചൈനയുടെ? ചൈനയുടെ അല്ലാതെ എന്റെയാണ്. അതല്ല, ചൈനയിലാണോ ഉണ്ടാക്കണേന്ന്? അത് എനിക്ക് അറിഞ്ഞൂടാ. ആ കടയിൽ പോയി
അല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ ചിലപ്പോ ചൈനയുടെ ഔട്ടോ. ആ എന്നാ അത് ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. രാവിലെ ഏട്ടൻ കുളിക്കാൻ കയറിയപ്പോഴേ ചൈനയുടെ സാധനം ഉണ്ടോന്ന് ചോദിച്ചു ഇതിലൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. എന്തേ അവൻ അതിന്റെ കച്ചവടം തുടങ്ങിയോ? ചൈനയുടെ ആയാലും അമേരിക്കയുടെ ആയാലും ശരി, ചെറുക്കന് ജോലിക്ക് പോകാൻ സമയമായി, മര്യാദയ്ക്ക് സാധനങ്ങളോട് കൊടുക്കാൻ പറ. ഇനിയിപ്പോ ഇത് ചൊല്ലിട്ടാവും പ്രശ്നം. ഇത് അമ്മാവ ഇവിടുത്തെ കാര്യങ്ങള്. Alien versus Alien.